സെക്രട്ടറിയാണ് കസ്റ്റോഡിയൻ. അപ്പം സെക്രട്ടറിയെ അറിയിക്കാതെ അല്ലെങ്കിൽ എന്നെ അറിയിക്കാതെ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു വാറണ്ടോ ഒന്നും ഇല്ലാണ്ട് അവരത് അതിക്രമിച്ച് തുറന്നു കയറി ഒരു അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത് വിവരം അറിഞ്ഞ് ഞാൻ ഉടനെ വന്നു. അപ്പം അവിടുത്തെ എൻ്റെ ഒയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നിർബന്ധിച്ച് തുറപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഫയല്, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സാധനങ്ങളും ഞാൻ വെച്ചിട്ട് പോകുന്നൊരു ഫയലാണ്. അപ്പോൾ ഒരു ഫയൽ നഷ്ടപ്പെട്ടിരുന്നു. അതിനകത്ത് എൻ്റെ ഒരു വാച്ചും ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് വാച്ചെടുക്കാൻ വേണ്ടി എടുത്തായിരിക്കില്ല ആ ഫയൽ. പക്ഷേ എനിക്ക് ആ ഫയലാണ് വേണ്ടത്. എൻ്റെ ഭരണത്തിൽ പിഴവ് വരുത്താൻ വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ ആ ഫയൽ തിരിച്ച് കിട്ടണം എന്നുള്ള ഇതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. പിന്നെ ഇവിടെ അതിക്രമിച്ച് കയറിയ കൗൺസിലറാണ് അത് നിർബന്ധിച്ച് തുറന്നതെന്ന് പറഞ്ഞ സെക്രട്ടറി ഇവിടുന്ന് കൗൺസിലർക്കെതിരെയും ഒരു പരാതി പോന്നിട്ടുണ്ട്. മർദ്ദിച്ചു എന്നുള്ളതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആ പരാതിയിൽ പോലും എനിക്ക് തോന്നുന്നത് അങ്ങനെ ശ്രമിച്ചു എന്നെന്തോ ആണെന്ന് തോന്നുന്നു. UDF എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള KDP ഉൾപ്പെടെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഒരു ഇതാണ്. അതിനകത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അവർ 3 കൗൺസിലേഴ്സും ഒരുമിച്ചൊരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനകത്തിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് അവർ പരസ്യമായിട്ട് പ്രതികരിച്ചിരുന്നു. KDPയുടെ കൗൺസിലറും പ്രതികരിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. അവിടെ 15 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾ പോലും അദ്ദേഹം ഒഴിച്ച് മർദ്ദിച്ചു എന്ന് പറയുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയും അത് തീർത്തും ഒരു കള്ളമായിട്ടുള്ളൊരു കാര്യമാണെന്ന്. അദ്ദേഹം അല്ലാണ്ട് വേറെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ വെൽക്കം ചെയ്യും. ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് ക്രിട്ടിസൈസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഈ ഒരു ഭരണത്തിൽ ഒരു പിഴവ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു ഇന്ന കാര്യം പറയട്ടെ, തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി വില്ലിംഗ് ആയിരിക്കും. പക്ഷേ ജോസഫ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഇവിടെ സംസാരിക്കാം. KDPയുടെ അംഗങ്ങളായിട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടും കോൺഗ്രസിലെ മറ്റ് അംഗങ്ങളുമായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാം. അവരിൽ ആർക്കെങ്കിലും അങ്ങനത്തെ പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും അത് UDFലുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ നമ്മൾക്ക് അതിലിരുന്ന് സംസാരിച്ച് നമുക്ക് തീർച്ചയായിട്ടും പാർലമെന്ററി പാർട്ടി കൂടുമ്പോൾ നമുക്ക് ശരിയാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. കാരണം എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കൗൺസിലറാണ് UDFൻ്റെ ഇതിനും കാര്യങ്ങൾക്കും വേണ്ടി വരുന്നത്. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, വേറെ ആൾക്കും പ്രശ്നമില്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നത്. ഓക്കെ, ആ നഗരസഭയിൽ ആകെ പ്രശ്നമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മോശം പരാതി. നേരത്തെ എയർപോർട്ട് ആരെ മോഷ്ടിച്ചുകൊണ്ട് പോയത് പരാതി, ഇപ്പോൾ വാച്ച് ഫയലോ എന്നാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത്. ദിയാപുളിക്ക് കാണുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. UDFിനകത്താണ് പ്രശ്നങ്ങൾ, ഭരണം മാറിയതാണ് എന്നാണ്. ഭരണമാറ്റം ഒരു ആഘോഷത്തോടെ ഏറ്റെടുത്താണ്. പക്ഷേ UDFിനകത്ത് ആകെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മർദ്ദനം എന്നൊക്കെയാണ് പറയുന്നത്. പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിക്കട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ നാല് വഴിക്ക് പോകുന്ന മട്ട് കാണുന്നുണ്ട് അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.